कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 157. ദ്രോണരും ദ്രുപദനും തമ്മിലുണ്ടായ മത്സരവും ദ്രുപദനാൽ ആക്ഷേപിതനായ ദ്രോണാചാര്യർക്ക് തന്റെ ഗുരുദക്ഷിണയായി അർജുനൻ പാഞ്ചാല രാജ്യം തന്നെ നേടിക്കൊടുത്തതുമൊക്കെ മുൻപ് പറഞ്ഞ കഥകളാണ്. അർജുനനാൽ പരാജിതനായെങ്കിലും ദ്രുപദനെ മികച്ച വീരൻ എന്ന നിലയിൽ അർജുനനെ വലിയ ബഹുമാനമായിരുന്നു. അങ്ങനെയാണ് വൈരിയായ ദ്രോണനെ വധിക്കാൻ വേണ്ടി ഒരു പുത്രനും വീരശൂര പരാക്രമിയായ അർജുനന് നൽകാൻ ഒരു പുത്രിയും വേണമെന്ന സങ്കല്പത്തോടെ ദ്രുപദൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സനുഷ്ഠിച്ച് യജ്ഞം നടത്തിയത്. അങ്ങനെ ദ്രുപദന് ലഭിച്ച സന്താനങ്ങളിലൊരുവളായിരുന്നു ദ്രൗപദി. കൃഷ്ണ എന്ന പേരുള്ള അവൾ യാജ്ഞസേനി, പാഞ്ചാലി എന്ന പേരുകളിലും അറിയപ്പെട്ടു. അർജുനൻ മരിച്ചുപോയി എന്ന വാർത്ത പരന്നപ്പോൾ ദ്രുപദൻ അത് വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല. യജ്ഞത്തിലൂടെ തന്റെ പുത്രി അർജുനന്റെ വധുവാകുക തന്നെ ചെയ്യും എന്ന് ദ്രുപദൻ ഉറപ്പിച്ചു. എന്നാൽ ഏറെക്കാലമായിട്ടും മറിച്ചൊരു വാർത്തയും കേൾക്കാതെ വന്നപ്പോൾ സ്വയംവരത്തിലൂടെ അർജുനന് തുല്യം നിൽക്കുന്ന വില്ലാളിയെ തിരഞ്ഞെടുക്കാനായി ശ്രമം. അങ്ങനെ മത്സരം തീരുമാനിക്കപ്പെട്ടു. കുലയ്ക്കാൻ സാധാരണക്കാർക്കാർക്കും കഴിയാത്ത വൻ ചാപമെടുത്ത് ഞാൺ കെട്ടി ഉയരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന മത്സ്യത്തിന്റെ കണ്ണിൽ താഴെ ജലത്തിൽ തെളിയുന്ന പ്രതിബിംബം മാത്രം കണ്ടുകൊണ്ട് 5 അമ്പുകൾ തറച്ചു കയറ്റുക എന്നതായിരുന്നു മത്സരം. അങ്ങനെ സ്വർലോകസുന്ദരിയായ പാഞ്ചാലിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പാഞ്ചാല രാജ്യത്തിന്റെ തലസ്ഥാനമായ കാപില്യത്തിൽ ദ്രുപദന്റെ കൊട്ടാരത്തിൽ എല്ലാവരും എത്തി. കൗരവകുമാരന്മാർ, കർണൻ, ജരാസന്ധൻ, ഭാരതത്തിലെ വീരന്മാരായ എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും അവിടെയുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ നീണ്ട നിരയ്ക്കപ്പുറം ദക്ഷിണയും ദാനത്തിന്റെ പങ്കും പ്രതീക്ഷിച്ച് മാത്രം വേദി കണ്ടിരിക്കുന്ന ബ്രാഹ്മണർ. അവിടെ ഒറ്റവസ്ത്രമണിഞ്ഞ് താടിയും ജടയും വളർത്തി ആഭരണങ്ങളും ആയുധങ്ങളും ഒന്നുമില്ലാതെ ബ്രാഹ്മണകുമാര വേഷത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു പാണ്ഡവർ. പാണ്ഡവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. സ്വയംവരം ആരംഭിക്കുന്നതിനു മുൻപ് ദ്രുപദൻ സംശയിച്ചു. ഞാനിങ്ങനെ ഒരു പരീക്ഷ വെച്ചത് അർജുനനെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അർജുനനല്ലാതെ ആർക്കും ഈ മത്സ്യത്തെ എയ്തിടാൻ കഴിയില്ല. അല്ലെങ്കിൽ അല്ലയോ കൃഷ്ണ, അങ്ങേക്കേ അതിനു കഴിയൂ. അങ്ങാകട്ടെ കൃഷ്ണയുടെ സഹോദര പദവിയിൽ മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയല്ലേ. മത്സരത്തിൽ ആരും വിജയിക്കാതെ വരുമോ? സംശയം കേട്ട് സർവസാക്ഷിയായ ഭഗവാൻ മന്ദഹസിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: അങ്ങയുടെ സംശയം അസ്ഥാനത്താണ്. യാജ്ഞസേനിയായ കൃഷ്ണയുടെ സ്വയംവരം യഥാവിധി നടക്കുക തന്നെ ചെയ്യും, തീർച്ച. അതോടെ സ്വയംവര ചടങ്ങുകൾ ആരംഭിക്കുന്നതിനുള്ള പെരുമ്പറ മുഴങ്ങി. ധൃഷ്ടദ്യുമ്നൻ ദ്രുപദന്റെ ആജ്ഞപ്രകാരം സഹോദരി ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുവന്നു. സഞ്ചരിക്കുന്ന മംഗല്യ ദീപജ്വാല പോലെ തേജസ്സാർന്ന സൗന്ദര്യധാമമായ ദ്രൗപദിയെ കണ്ട രാജാക്കന്മാർ മോഹത്തിൽ എരിഞ്ഞു. സദസ്സിൽ ശ്രീകൃഷ്ണനെ കണ്ട് ദ്രൗപദി നമസ്കരിച്ചു. അങ്ങനെ സ്വയംവരമാലയുമായി മണ്ഡപത്തിൽ വധു എത്തിയതോടെ ധൃഷ്ടദ്യുമ്നൻ മത്സരച്ചട്ടം ഉറക്കെ പറഞ്ഞു. കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ തൂണിന്റെ അഗ്രഭാഗത്ത് സദാ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മീനിന്റെ രൂപമുണ്ട്. അതിന് നേരെ താഴെ ഒരു ചെറിയ കുളവും. അതിലെ പ്രതിബിംബം നോക്കി 5 അമ്പെയ്ത് മീനിന്റെ കണ്ണിൽ കൊള്ളിക്കണം. ഞാൻ കെട്ടാൻ വിശേഷപ്പെട്ട വില്ലും 5 അമ്പുകളും അവിടെ വെച്ചിരിക്കുന്നു. ആ വില്ലിൽ ഞാൻ കെട്ടിയിട്ട് അതുകൊണ്ട് വേണം അമ്പെയ്യാൻ.
ഇതായിരുന്നു പരീക്ഷ. അങ്ങനെ മത്സരം ആരംഭിച്ചു. ആദ്യം ഹസ്തിനപുരിയുടെ യുവരാജാവ് ദുര്യോധനൻ മുന്നോട്ടു വന്നു. പിന്നീട് ദുശാസനൻ, പിന്നെ മഗധ, കേകേയം എന്നിങ്ങനെ മറ്റ് രാജാക്കന്മാരും ശ്രമിച്ചു. ആർക്കും വില്ലെടുത്തുയർത്താൻ കൂടി കഴിഞ്ഞില്ല. ഒടുവിൽ അംഗരാജാവ് കർണൻ മുന്നോട്ടു വന്നു. അനായാസമായി കർണൻ ആ വില്ലെടുത്തുയർത്തി. അതിൽ കൃത്യമായി ഞാൻ കെട്ടി. കണ്ടിരുന്നവരെല്ലാം അമ്പരന്നിരിക്കെ ദ്രൗപദി അപേക്ഷാപൂർവം ശ്രീകൃഷ്ണനെ നോക്കി. ശ്രീകൃഷ്ണൻ അനുമതി നൽകും പോലെ പുഞ്ചിരിച്ച് കൈകൾ ചലിപ്പിച്ചു. പെട്ടെന്ന് ദ്രൗപദിയുടെ ശബ്ദമുയർന്നു. പാഞ്ചാല രാജകുമാരിയായ ഞാൻ ഒരിക്കലും ഒരു സൂതപുത്രനെ വരിക്കില്ല. മത്സരം സൂതപുത്രന്മാർക്കുള്ളതല്ല. ഇത് കേട്ട് അപമാനിതനായ കർണൻ വില്ലവിടെ തിരിച്ചുവെച്ച ശേഷം മടങ്ങിപ്പോയി സദസ്സിലിരുന്നു. അങ്ങനെ രാജാക്കന്മാരെല്ലാം പരാജയപ്പെട്ടതോടെ ദ്രുപദനെ തന്റെ ആശങ്ക അസ്ഥാനത്തല്ല എന്ന പരിഭ്രമം തോന്നി. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ദ്രുപദനോട് ഇങ്ങനെ നിർദ്ദേശിച്ചത്: ക്ഷത്രിയർ പരാജയപ്പെട്ട നിലയ്ക്ക് ബ്രാഹ്മണർക്ക് അവസരം നൽകാം എന്ന് ശാസ്ത്രവിധിയുണ്ട്. ഇത്രയും രാജാക്കന്മാർ തോറ്റിടത്ത് ഇനി ബ്രാഹ്മണരോ എന്ന് സംശയിച്ചെങ്കിലും ശ്രീകൃഷ്ണൻ അങ്ങനെ നിർദ്ദേശിച്ചു എങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ധരിച്ച് ദ്രുപദ രാജാവ് ബ്രാഹ്മണരിൽ ആരെങ്കിലും ഉണ്ടോ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്നാരാഞ്ഞു. ഇത് കേട്ട ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ മുൻപോട്ട് വന്നു രാജാവിനെ വണങ്ങിയ ശേഷം വില്ലെടുക്കാനായി അതിനടുത്തേക്ക് നടന്നു. ഇത് കണ്ട രാജാക്കന്മാരെല്ലാം പരിഹാസത്തോടെ ചിരിച്ചു തുടങ്ങി. വീരന്മാരായ ഞങ്ങൾ പരാജയപ്പെട്ടിടത്താണ് വെറുമൊരു ബ്രാഹ്മണനായ ഇവൻ ജയിക്കാൻ പോകുന്നത്. സദ്യയുടെ സ്വാദോർത്ത് വന്നവന്റെ അത്യാർത്തി നോക്കൂ. അർജുനൻ അതൊന്നും കേട്ടതായി നടിച്ചില്ല. ഉറച്ച കാൽവയ്പുകളോടെ നടന്നു ചെന്ന് വില്ലെടുത്ത് ഞാൻ കെട്ടി കുലച്ചു. അപ്പോഴേക്കും സദസ്സിൽ നിന്നും അമ്പരപ്പിന്റെ സ്വരമുയർന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അർജുനൻ വെള്ളത്തിലെ പ്രതിബിംബം ഉറ്റുനോക്കി അമ്പു തൊടുത്തു. മുകളിലെ മീനിന്റെ കണ്ണിൽ തന്നെ കൃത്യമായി അത് തറച്ചു. കണ്ണിൽ തറച്ച അമ്പുകളോടെ യന്ത്രമത്സ്യം താഴെ വീണപ്പോൾ ദൃഷ്ടദ്യുമ്നൻ തന്റെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് ദ്രൗപദിയുടെ കൈപിടിച്ച് ബ്രാഹ്മണകുമാരന്റെ അരികിലേക്ക് വന്നു. ദ്രൗപദി തന്റെ കൈയിലെ വരണമാല്യം വിജയിയായി നിൽക്കുന്ന കുമാരന്റെ കഴുത്തിൽ അണിയിക്കുകയും ചെയ്തു. ഇത് കണ്ട സദസ്സിലുള്ള മറ്റ് രാജാക്കന്മാർ പ്രകോപിതരായി. അവർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: ഒരു ബ്രാഹ്മണനെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ച് ദ്രുപദൻ ഞങ്ങളെ അപമാനിച്ചിരിക്കുന്നു. മുൻപിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഞങ്ങളിൽ ആരെയെങ്കിലും ദ്രൗപദി പരിണയിക്കുക, അല്ലെങ്കിൽ അവൾ ഏത് അഗ്നിയിലാണോ ജനിച്ചത് അവളെ അതിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് കളയുക. അതോടെ സ്വയംവരശാല യുദ്ധക്കളമായി. എന്നാൽ പാണ്ഡവരും ദൃഷ്ടദ്യുമ്നനും ചേർന്ന് രാജാക്കന്മാരെ എതിരിട്ടു. ഒടുവിൽ ശ്രീകൃഷ്ണൻ ഇടപെട്ട് ഇങ്ങനെ ചൂണ്ടിക്കാട്ടി: ഈ ബ്രാഹ്മണൻ ദ്രുപദന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. ദ്രൗപദി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. അതിന് നിങ്ങൾ ഇങ്ങനെ രോഷം കൊള്ളേണ്ടതില്ല. വിജയിക്കാൻ കഴിയാത്തതിൽ ക്ഷത്രിയർ ലജ്ജിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വധുവായ ദ്രൗപദിയുമായി പാണ്ഡവർ ഗ്രാമാന്തരത്തിലെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവർ വീടിന്റെ വാതിൽക്കലെത്തി. അമ്മേ, ഞങ്ങൾ ഇന്ന് നല്ല ഒരു ഭിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുന്തി വീടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് കൂടുതലൊന്നും ആലോചിക്കാതെ പറഞ്ഞു: 5 പേരും കൂടി പങ്കിട്ടെടുത്തോളൂ. പറഞ്ഞതിന് ശേഷമാണ് കുന്തി അറിഞ്ഞത് ഭിക്ഷ എന്ന് പറഞ്ഞത് ദ്രൗപദിയെയാണെന്ന്. അവർ ആകെ ആശയക്കുഴപ്പത്തിലായി. മാതാവിന്റെ ആജ്ഞ, വാക്ക് ഇനി അതറിയാതെ പറഞ്ഞതാണെങ്കിൽ പോലും പാലിക്കപ്പെടണം എന്നായി യുധിഷ്ഠിരൻ. മറ്റുള്ളവർ അതിനെ എതിർത്ത് സംസാരിച്ചെങ്കിലും ഉദാഹരണങ്ങൾ എടുത്തുകാട്ടി യുധിഷ്ഠിരൻ നിലപാട് വ്യക്തമാക്കി.
അപ്പോഴാണ് അവിടേക്ക് ശ്രീകൃഷ്ണൻ എത്തിയത്. എന്നിട്ട് അവരോടായി പറഞ്ഞു, ഇത് കൃഷ്ണയുടെ പൂർവജന്മത്തിലെ വരത്തിന്റെ ബാക്കിയാണ്. ഈ ജന്മത്തിൽ കുമാരിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കും. എന്താണ് പാഞ്ചാലിയുടെ പൂർവജന്മ വൃത്താന്തം? ആ കഥ നാളെ.